ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ മണി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഈ മണി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഈ നോട്ട്സ് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കാണ് എപ്പോഴും ടോപ്പേഴ്സ് ആവുക, അവരാണ് എപ്പോഴും പാസ് പേഴ്സൻറ്റേജ് അവിടെ നിന്നാണ് ഈ സി എക്ക് എപ്പോഴും കൂടുതൽ. അപ്പം അവരവിടെ നിന്ന് കിട്ടിയ നോട്ട്സാണ് കേട്ടോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴി കിട്ടിയതാണ്. സോ അത് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പം എല്ലാവർക്കും warm welcome to Sanam's classes. അപ്പം the concept of money demand. So in simple terms, money refers to what? Assets ആണ് അല്ലേ, which are commonly used and accepted as a means of payment അല്ലേ, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, or as a medium of exchange അല്ലേ, വാല്യൂ ഉള്ള സംഭവമാണ്. നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വാങ്ങാൻ പറ്റും. മണി കൊടുത്തു കഴിഞ്ഞാൽ എന്തും കിട്ടും അല്ലേ. ഓർ ഓഫ് ട്രാൻസ്ഫറിങ് പർച്ചേസിങ് പവർ അല്ലേ, നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള നമ്മളെ പവറാണ് മണി അല്ലേ. പണ്ടൊക്കെ ബാർട്ടർ സിസ്റ്റത്തിനൊക്കെ നമ്മൾ വീറ്റ് കൊടുക്കുന്നു, അതിന് പകരം ക്ലോത്ത് വാങ്ങുന്നു. പക്ഷെ നമുക്ക് വീറ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമോ, അപ്പോൾ നമുക്ക് വേറെ ക്ലോത്ത് വാങ്ങാൻ പറ്റുമോ. അങ്ങനെയൊക്കെ കുറേ കോണ്ടിജൻസീസും പ്രശ്നങ്ങളൊക്കെയാണ് ബാർട്ടർ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാണ് മണി. സാധാരണ മണീനെ തന്നെ ഫിയറ്റ് മണി എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? RBI ഇഷ്യൂ ചെയ്യുന്ന മണീനെയാണ് ഫിയറ്റ് മണി എന്ന് പറയുക. എൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദ കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഈസ് നോൺ ആസ് ഡാഷ് ആൻഡ് ഈസ് ബാക്ക്ഡ് ബൈ സപ്പോർട്ടിംഗ് റിസർവ്സ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് എ സൊവീരിയൻ ഗ്യാരണ്ടി എന്ന് ചോദിച്ചിട്ട് കുറേ ഓപ്ഷൻസ് തന്നിരുന്നു. അപ്പോൾ അത് ഫിയറ്റ് മണിയാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള മണീനെ ഫിയറ്റ് മണി എന്നും കൂടെ പറയും. അതായത് ലീഗൽ ടെൻഡറായിട്ട് അതിനെ കണക്കാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഫിയറ്റ് മണി എന്ന് പറയും. ലീഗലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണത്. ഫിയറ്റ് മണി ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ. സ്വന്തമായൊരു മൂല്യമില്ലാത്തതിനെയാണ് നോൺ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. കാരണം അത് ഗവൺമെൻറ്റാണ് ആ ഒരു പേപ്പറിന് മൂല്യം ഉണ്ട് എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് അതിന് നോൺ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഉണ്ടല്ലേ, പക്ഷെ അതുപോലെ ഒന്നല്ലല്ലോ മണി. മണി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു മൂല്യമില്ലാത്ത ഒരു സംഭവമാണ്, പക്ഷെ അതിന് വാല്യൂ വരുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റാണ് അതിന് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ട്രസ്റ്റിൽ നമ്മളതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ കണ്ടോ, സ്വന്തമായി മൂല്യമില്ലാത്തതും സർക്കാർ ഉത്തരവനുസരിച്ച് പണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒന്നാണ് ഫിയറ്റ് മണി. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നോൺ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അതിന് നോൺ ഇൻട്രിൻസിക് വാല്യൂ ആണ്. സ്വന്തമായി മൂല്യമില്ലാത്തതാണ്, പക്ഷെ സർക്കാർ ഉത്തരവനുസരിച്ച് അത് പണമായി മൂല്യമുള്ള ഒന്നായി ഉപയോഗിക്കുന്നു. അതിനെയാണ് നോൺ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുക. ആന്തരികമായി മൂല്യമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, yes, fiat money has non-intrinsic value but is used as a medium of exchange because the government has by law made them legal tender ആക്കി മാറ്റി അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ദ കറൻസി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഈസ് നോൺ ആസ് ഡാഷ് ആൻഡ് ഈസ് ബാക്ക്ഡ് ബൈ സപ്പോർട്ടിംഗ് റിസർവ്സ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് സൊവീരിയൻ ഗ്യാരണ്ടി ആണ്. എങ്കിൽ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി തരുന്നതാണ്, ഉറപ്പ് തരുന്നതാണ് അല്ലേ. സോ അതെന്ന് പറഞ്ഞാൽ എന്താ? ഫിയറ്റ് മണിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ്, ഇൻ ദ മോഡേൺ ഡേയ്സ് ഇറ്റ് മേ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ലൈക്ക് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അതാണ് സാധാരണ ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ US ഡോളറൊക്കെ പോലത്തെ ഒരു കറൻസിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ. ഈ കറൻസി യൂസ് ചെയ്ത് നമുക്ക് കാറോ ബസ്സോ എന്ത് വേണമെങ്കിലും വാങ്ങാം. ബട്ട് ഈ കറൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റലാണ്. പക്ഷേ ഇതിന് സെൻട്രൽ ബാങ്കോ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടോ കൺട്രോൾ ചെയ്യുന്നതല്ല ഈ കറൻസി എന്ന് പറഞ്ഞാൽ. ഒരു സെൻട്രൽ ബാങ്കും ഒരു ഗവൺമെൻറ്റും ഇതിനെ എന്ത് ചെയ്യില്ല, കൺട്രോൾ ചെയ്യില്ല.